64 ഡിസംബറിലാണ് ഞാൻ കുടുംബിനി ചെയ്യാൻ തുടങ്ങി. 65 മദ്രാസിലേക്ക് പോയി. 65 അവിടെ വെച്ചായിരുന്നു, അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. മണിസ്വാമി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ എൻ്റെ ഭർത്താവിനെ. അദ്ദേഹം കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. രാജൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ധർമ്മയുദ്ധം, ആഴി ഫിനിഷ് ചെയ്തില്ല, റിലീസായില്ല. അങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ 1.5 വർഷമേ ആയുള്ളൂ അദ്ദേഹം പോയിട്ട്. ഈ പറയുന്ന പോലെ സുഖമില്ലാതെ വന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് കാലം അകന്നിരുന്നു. രണ്ടുപേരുടെയും സ്വഭാവം 2 എക്സ്ട്രീമാണ്. അപ്പോൾ അതുകൊണ്ട് പൊരുത്തപ്പെടാണ്ട് കുറച്ച് കാലമായിരുന്നു. പക്ഷേ ബാത്റൂമിൽ വീണു. ഗുരുവായൂരായിരുന്നു സ്ഥിരം താമസിച്ചിരുന്നത്. അപ്പോൾ വീണപ്പോൾ പേടിയായി. പിന്നെ ഇവിടെ വന്നു കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ പന്തികേട് തോന്നി പുള്ളിക്ക് തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബ്രദേഴ്സ് 2 പേരും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഡോക്ടറൊന്നും തുറന്നു പറഞ്ഞില്ല. അപ്പോൾ എന്നോട് അവിടുന്ന് അവരിറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു ഡോക്ടർ, അമൃതയിലെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, സംഭവം ഇന്നതാണ്, പുള്ളിയോട് പറയണ്ട, എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുത്തു, ആഹാരമായിരുന്നാലും എന്തായിരുന്നാലും എന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ തിരിച്ചു വന്നു. പുള്ളി അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്താണെന്നറിയാം? ബ്രെയിനിൻ്റെ വർക്കിനെ കുറിച്ചുള്ള പുസ്തകം. ഒരുപാട് വായിക്കുമായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനെക്കുറിച്ചും ചോദിച്ചാൽ 1 സെക്കൻഡിൽ അതിന് മറുപടി പറയും. അത്ര നോളജുള്ള ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്ക് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് തിരിച്ച് ഡോക്ടറെ അടുത്ത് ചെന്നു. സത്യം പറ ഡോക്ടറെ, എനിക്കെന്താ? അപ്പോൾ ഈ ചോദ്യത്തിന് മുമ്പിൽ ഡോക്ടർ വീണു. ഡോക്ടർ പറഞ്ഞു, ഇന്നതാണ് സംഭവം. അപ്പോൾ സൂക്ഷിച്ചിരിക്കുക, മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിക്കുന്നതിനൊരു 10-15 ദിവസം മുമ്പ് സംസാരശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ നാത്തൂനായിരുന്നു കുളിപ്പിക്കലും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ വേറൊരാളെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ഇങ്ങനെ കണ്ണ് നിറയും, കൈ പിടിക്കും. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ രാസനാദിയൊക്കെ തടവി കൊടുക്കും. എന്തോ കുറ്റബോധം തോന്നി. പുള്ളിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒന്നും പറയാനും ആവാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഭയങ്കര. ഒരു ദിവസം ഒന്നുമില്ല, ഒരു തരത്തിലും കഷ്ടപ്പെട്ടില്ല. 2 പ്രാവശ്യം വായ വിളിച്ചു. ഇത്രയും ആൾ പോയി. ഇവിടെ തന്നെ അടുക്കളയുടെ അപ്പുറത്ത് ഇവിടെ തന്നെയാണ് ദഹിപ്പിച്ചത്. അപ്പോൾ അന്നത്തെ എല്ലാ ലാംഗ്വേജ് സിനിമകളും അവിടെ തന്നെയായിരുന്നു, മദ്രാസിൽ തന്നെയായിരുന്നു. അപ്പോൾ വിജയ ആൻഡ് വാഹിനി 9 ഫ്ലോറുണ്ട്. ഓരോ ഫ്ലോറിലും ഓരോരോ ലാംഗ്വേജ്, ഹിന്ദി, തെലുങ്ക്, കന്നഡം, മലയാളം, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പറ്റി. രാജ്കുമാർ സാറിനെ, ജയലളിത മാഡത്തിനെ, ശ്രീലാമയായിട്ട് നല്ല അടുപ്പമായിരുന്നു അവർ 2 പേരും. അപ്പോൾ അങ്ങനെ ജയലളിത മാഡത്തിനെ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ദിവസവും ഷൂട്ടിങ്ങാണ്. അപ്പോൾ രാവിലെ പോവും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരും, തിരിച്ച് രാത്രി 9 മണിയാവും. 9 മണി കഴിഞ്ഞാൽ മേക്കപ്പ് അഴിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനെ ഏതാണ്ടൊരു 9:30-10 മണിയാവും. പിന്നെ കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിലില്ല എന്നുള്ളൊരവസ്ഥയിൽ അത്രയ്ക്ക് ബിസിയായി. ഒരുപാട് തിരക്കായിരുന്നു ആ കാലങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, വിൻസെൻ്റ് മാഷയുടെ പടങ്ങൾ, ശശികുമാറിൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ അവിടെ എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടെന്ന് പറയാവുന്നത് മീന. പുള്ളിക്കാരിയും പോയി. പുള്ളിക്കാരിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. പുള്ളിക്കാരിയുടെ മകള് എലിസബത്ത് ഇവിടെ എവിടെയുണ്ട്. എൻ്റെ നമ്പർ പോയത് കാരണം എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. എലിസബത്ത്, ദീപ എന്നാണ് വിളിക്കുന്നത്.
ഒരു മോളെ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരിക്ക്. ഷൂട്ടിങ് സ്ഥലത്ത് വെച്ചാ, ഇവിടെ എറണാകുളത്ത് വെച്ചാ, ഏതോ ഒരു ലോഡ്ജ്, പേര് മറന്നുപോയി. വെറുതെ മൂക്കിൽ നിന്ന് രക്തം വന്നു, അവിടെ പോയി. ഇപ്പം മദ്രാസിൽ ബോഡിയൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാനുമൊക്കെ എയർപോർട്ടിൽ പോയായിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു, അവർക്ക് തന്നെ ഒരുപാട്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം, അന്നൊക്കെ ട്രെയിനാണല്ലോ, അപ്പോൾ ഒരു വിളിയുണ്ട്, പൊന്നുവേ ഞാൻ പോയിട്ട് വരട്ടേടാ എന്ന് ചോദിച്ചെന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് പോയെ. പിന്നെ ബാസി ചേട്ടൻ നസീർക്ക മരിക്കുമ്പം മാത്രം ഞാൻ ഷൊർണൂർ എവിടെയോ ഷൂട്ടിങ്ങിലായിപ്പോയി, കാണാൻ പറ്റില്ല. അതുപോലെ ജയൻ ഞാനും കൂടി, ജയൻ ഡ്യുവലോളം അഭിനയിച്ച ഒരു പടം, പേര് മറന്നുപോയി. അപ്പം ഞാൻ ഡബ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇങ്ങനെ കാറിൽ കയറാൻ നിൽക്കുമ്പോഴത്തേന് ജയൻ വന്നു. ആ പൊന്നമ്മച്ചി പോവുകയാണോ? ഈ ശശികുമാർ സാറ് പൊന്നമ്മച്ചി എന്നാണ് വിളിക്കുക. അപ്പം അത് കേട്ട് ജയൻ എന്നെ പൊന്നമ്മച്ചി എന്നാണ് വിളിക്കുക. ഞാൻ പറഞ്ഞു പോട്ടെ മോനെ, വീട്ടിൽ മോളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറ്റില്ല, എൻ്റെ കൂടെ ഡബ് ചെയ്യണം, എന്നിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ ചെയ്ത പോർഷനും എല്ലാം തിരിച്ചും വീണ്ടും ഡബ് ചെയ്തു കൂടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മദ്രാസിലെ മഞ്ഞിലാസിലുണ്ടായിരുന്ന ജോസ് വിളിച്ച് പറഞ്ഞു, പൊന്നമ്മച്ചി ഒരു ദുഃഖവാർത്തയുണ്ട്, നമ്മുടെ ജയൻ പോയി കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ കാലിൻ്റെ പെരുവിരൽ മുതൽ ഉച്ചി വരെ ഇങ്ങനെ മരവിച്ച് വരുന്ന മാതിരി തോന്നി. അത്ര ഒരാഴ്ച മുമ്പ് എത്ര സംസാരിച്ച് എത്ര കൂടെ ഡബ് ചെയ്ത് ആ മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളല്ലോ മനുഷ്യൻ്റെ കാര്യങ്ങളെന്ന് ആലോചിച്ച് പോയി. അവരാരും മരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരൊക്കെ എവിടെയോ ഒക്കെ ഉണ്ട് എന്നുള്ളൊരു അങ്ങനെ ഒരു വിശ്വാസമാണ് എന്നിൽ. ഞാനീ ഓടയിൽ നിന്ന് സിനിമ ചെയ്തതെന്ന് പറഞ്ഞില്ലേ, ദിവസവും രാത്രിയായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാനും KR വിജയൻ കൈകോർത്ത് പിടിച്ച് ആ വീനസ് സ്റ്റുഡിയോ, അത് ഭീം സിംഗിൻ്റെ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കും. ഒരു സൈഡിൽ കാറിൽ മണിസ്വാമി ഉണ്ടാവും, ഒരു സൈഡിൽ സുദർശൻ വേലായുധനുണ്ടാവും വിജയാമ്മയെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ രാത്രിയാകുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക, ഏറ്റവും കാശ് കുറഞ്ഞത് കുറവ് രാത്രി ഷൂട്ട് ചെയ്താലാണ്. അതുകൊണ്ട് രാത്രിയിലായിരിക്കും മിക്കവാറും ഷൂട്ടിങ്. 3 ലക്ഷം രൂപ മതി അന്ന് ഒരു സിനിമ എടുക്കാൻ. ഇന്നിപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് വാങ്ങിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് പോലും 3 ലക്ഷം രൂപ കുറവാണ്, അതിൽ കൂടുതലാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഈ സത്യം മാഷുടെ വരവൊരു വരവാണ്. വൈറ്റ് ഡ്രസ്സ്, നല്ല കറുപ്പാണ്, പക്ഷേ പല്ല് നല്ല പല്ല. ഈ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കാല് മാത്രം താഴെ വെച്ച് ആ ഡോറിൻ്റെ മേലെ കൈയും വെച്ചൊരു നോട്ടമുണ്ട് ഇങ്ങനെ. പുള്ളി ചിരിച്ചുകൊണ്ടാണ് നോക്കുന്നത്, പക്ഷെ എല്ലാവരും പേടിച്ച് പിള്ളേരൊക്കെ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും, എന്നിട്ട് അവരുടെ സൈഡൊക്കെ നേരെയാക്കി വയ്ക്കും. അത്രയ്ക്ക് പേടിയായിരുന്നു സത്യം മാഷ്. പക്ഷേ ഉള്ളുകൊണ്ട് മഹാഭാവമാണ്. അത് വളരെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പാവം പിടിച്ച മനുഷ്യനായിരുന്നു സത്യമാഷ്. സത്യമാഷിൻ്റെ കൂടെയൊക്കെ എനിക്ക് നസീർക്കയുടെ കൂടെ ആണെങ്കിലും അഭിനയിച്ചത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുതുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു TS മുത്തയ്യ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഏതാ സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏതോ ഒരു എനിക്ക് പഴയ 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചുള്ളൂ. എന്തോ ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ അന്ന് സൗണ്ട് എഞ്ചിനീയർ ഇത്തിരി ജാട കാണിക്കാൻ വേണം, ശരിയില്ലമ്മ എന്നാണ്. അപ്പോൾ മുത്തയ്യ കയറി ഇടപെട്ടു.
ഇംഗ്ലീഷ് MA ലിറ്ററേച്ചർ പഠിച്ച ആളാണ്. എന്നാ തപ്പ് എൻ്റെ അമ്മ ചൊന്നത് അത് ചോദിച്ച ഇടയ്ക്ക് കയറി. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാകും. അതൊരു ആർട്ടിസ്റ്റിനുമായിട്ടുള്ള ആ ഒരു ഞങ്ങളൊന്നാണ് എന്നുള്ള ആ ഒരു സ്പിരിറ്റാണത്. ശിക്ഷ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കും, സത്യമാഷും ഞാനാണ്. അപ്പോൾ ഒരു ദിവസം ഡയറക്ടർ വന്നിട്ട് സത്യമാഷയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം, ഞാനെന്തോ ചെയ്തത് ശരിയായില്ലേ. സത്യമാഷ് എന്ന് പറഞ്ഞു, പൊന്നി പൊയ്ക്കോ. ഞാൻ ചോദിച്ചു എന്തേ? അല്ല പൊന്നി പൊയ്ക്കോ, നമുക്ക് നാളെ എടുത്താൽ പോരെ. അല്ല ഞാൻ ചെയ്തതെന്തെങ്കിലും. അല്ലെന്നേ, പൊന്നി പൊയ്ക്കോ പൊന്നി പറഞ്ഞു. അപ്പോൾ ഞാൻ മേക്കപ്പ് റൂമിൽ കയറി സാരി മാറ്റാൻ നോക്കിയപ്പോഴാണ്, പറയാൻ പാടില്ല എങ്കിലും സാരിയൊക്കെ നനഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് മാഷ് അങ്ങനെ പറഞ്ഞത്. ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി വീട്ടിലേക്ക് പോയി. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ് ജീവിതത്തിൽ. അതുപോലെ ഈ തൊമ്മൻ്റെ മക്കൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാറ ഇടുക്കിനൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തത്. തലയ്ക്ക് അടി കൊണ്ട് ഞാൻ മരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മളിതൊന്നും ഓർക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ കാലിൽ നിറയെ ഈ തൊട്ടാവാടിയുടെ മുള്ള്. അപ്പോൾ സത്യമാഷ് എന്നെ അവിടെ പിടിച്ചിരുത്തി വെച്ച് പറഞ്ഞാൽ, അപ്പം അന്ന് കാലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ, കാലുമടിയിൽ ഇങ്ങനെ പിടുത്ത് വെച്ചിട്ട്, എൻ്റെ ദൈവമേ ഇതെന്താ ഇത്, ഈ റോസാപ്പൂ പോലുള്ള കാലിൽ എന്തോരം മുള്ളാന്ന് പറഞ്ഞിട്ട് അദ്ദേഹമൊക്കെ അതൊക്കെ വലിച്ചെടുത്ത്, ഇതൊക്കെ ഞാൻ ഓർക്കും എപ്പോഴും. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ചു എന്നത് മഹാഭാഗ്യം തന്നെയല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചു ശശികുമാർ സാറിൻ്റെ, പിന്നീട് വിൻസെൻ്റ് മാഷ്. എനിക്ക് തോന്നുന്നു വേറെ ആരുടെയും പടങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഭൂരിപക്ഷവും ഇടയ്ക്ക് വല്ല ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഭൂരിപക്ഷവും ശശികുമാർ സാറിൻ്റെയും വിൻസെൻ്റ് മാഷുടെയും പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ ഈ ഞങ്ങളൊക്കെ ഗുരുതുല്യരായിട്ടാണ് കാണുന്നത്, ഗുരുക്കന്മാരെ കാണുന്ന പോലെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ IV ശശിയെ എനിക്ക് മറക്കാൻ പറ്റില്ല. ശശിയുടെ കുറേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലും ഉപരിയായിട്ട് ശശി ആദ്യം ക്യാമറ വയ്ക്കുന്നത് എൻ്റെ മുഖത്ത്, അത് ശശി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉത്സവം ആ സിനിമയായിരുന്നു അത്. അങ്ങനെ ശശിയും സീമ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് ഈ തള്ളയെ നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അത്ര സ്നേഹമാണ്. അത് നമ്മുടെ പിള്ളേർ മിക്കവാറും പേരും എന്നെ എടിയെന്നും തള്ളയെന്നും പൊന്നുട്ടിന്നും ഒക്കെ വിളിക്കുന്നവരാണ്. അത്ര ഇഷ്ടമാണ് എനിക്ക്. അവരെയും ഒരുപാട് ഇഷ്ടമാണ്. കൽപ്പന മിക്കവാറും പൊന്നുട്ടീന്നേ വിളിക്കാറുള്ളൂ. എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കും, ഇടയ്ക്ക് വിളിക്കും, ഞങ്ങൾ സംസാരിക്കും. വളരെ സ്നേഹമാണ്. എന്നോടൊത്ത് ഒത്തിരി സിനിമ അഭിനയിച്ചൊരു വ്യക്തിയാണ് തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടനും പോയി. അപ്പോൾ കിരീടത്തിൽ ലാലും തിലകൻ ചേട്ടനും മത്സരിച്ച് അഭിനയിച്ച സിനിമയല്ലേ, അതിനകത്തിട്ട് അടിക്കും. അടിച്ചടിച്ച് ഏതാണ്ടൊരു വരുവാക്കും. കുറച്ച് കഴിയുമ്പം ചോറ് മതിയായിട്ട് വന്നിരുന്നു ചോറ് വാരി കൊടുക്കുന്നൊരു സീനുണ്ട്.
അതൊക്കെ ഒരുപാട് നെഞ്ചിനെ ബാധിച്ചു. നെഞ്ചിനകത്ത് വിങ്ങലുണ്ടാക്കിയ സിനിമയാണ് കിരീടം. ഭർത്താവായിട്ട് അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ തിലകൻ ചേട്ടൻ തന്നെയാണ്. വേറെ ആരും അങ്ങനെ ഇല്ലയെന്ന് തന്നെ വേണേൽ പറയാം. അത്രയ്ക്ക് ഒരുപാട്. അപ്പോൾ ഈ കാട്ടുകുതിര എന്ന് പറയുന്നൊരു സിനിമ, അതിലെ ഭാഷയുടെ സ്റ്റൈലൊക്കെ വേറെയാണ്. എനിക്കത് പറയാനും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഭാര്യയായിട്ട് ഞാനെന്ന് പറയുമ്പോൾ ഞാനൊരു മാച്ചല്ല എന്ന് എനിക്കൊരു തോന്നുന്നു. പുള്ളി നല്ല കറുപ്പും ഞാനിങ്ങനെ വെളുത്തും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വംഭരനെ വിച്ചു എന്നാണ് വിളിച്ചിരുന്നത്. എന്തിനാ എന്നെ വിളിച്ച വിച്ചു? എന്താ? ഞാൻ പറഞ്ഞു മാച്ചല്ല, അത് തന്നെ. നിങ്ങൾ ഈ ഭാഷ അങ്ങോട്ട് പറഞ്ഞ് സംസാരിച്ച് അഭിനയിക്കുമോ? ഞാൻ അഭിനയിക്കാം, എനിക്കെന്താ ഇപ്പോൾ അഭിനയിക്കുന്നത്, എൻ്റെ ജോലിയല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് അഭിനയിച്ച പടമാണ് കാട്ടുകുതിര. തിലകൻ ചേട്ടന് കറക്റ്റാണ് ആ സ്ലാങ്. എനിക്കത്രയൊന്നും ശരിയായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഡബ് ചെയ്തിരിക്കുമ്പോൾ വിശ്വംഭരമാണ് കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞങ്ങനെ. തിലകൻ ചേട്ടൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പെരിയാർ എന്ന സിനിമയിൽ എൻ്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ പെരിയാറിൻ്റെ തീരത്ത് തന്നെ ഒരു വീട്ടിലായിരുന്നു ഷൂട്ടിങ്, വീട് ഓർമ്മയില്ല. അങ്ങനെ ആദ്യം എൻ്റെ മോനായിരുന്നേ. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ഉടക്കുണ്ടായി. ഈ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞായിരിക്കും അങ്ങോട്ട് തുടങ്ങുക. അങ്ങാർക്കും ഭയങ്കര മുൻചുണ്ടിയാണല്ലോ, മൂക്കത്തല്ലേ ദേഷ്യം. വയസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ നാടകത്തില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനെന്താ തിലകൻ ചേട്ടൻ നിങ്ങളെന്തിനാ ഈ വയസ്സ് പറയുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയ്ക്കല്ലേ എൻ്റെ കറക്റ്റ് വയസ്സ് അറിയുള്ളൂ, അതേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയും. നിങ്ങൾക്കതൊന്നും പോരാ. ഞാൻ പറഞ്ഞു പോരെങ്കിൽ പോരാ, അതിനിപ്പോൾ തിലകൻ ചേട്ടൻ എന്താ പ്രശ്നം? എൻ്റെ അടുത്ത് തല്ലുകൂടണം, ആ ഒരു മൂടായിരുന്നു പുള്ളിക്ക്. ഇത് കഴിഞ്ഞിട്ടാണ് കിരീടത്തിൻ്റെ സെറ്റിൽ. അപ്പം ലാൽ എന്തോ ഇഡ്ഡലി എന്തോ കുഴച്ച് മരി തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഇതിരി വായിൽ വെച്ച് തന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് അടുത്ത് കൈ കിട്ടൊരൊറ്റ അടി അങ്ങോട്ട് വെച്ച് കൊടുത്ത്. പിന്നെ അങ്ങോട്ട് സ്നേഹമായി, ഇഷ്ടമായി ഭയങ്കര. പിന്നെ പുള്ളി അഭിനയിച്ചാലേ എനിക്കും ശരിയാവുള്ളൂ, ഞാൻ അഭിനയിച്ചാലും പുള്ളിക്ക് ശരിയാവുള്ളൂ എന്നൊരു രീതിയായിപ്പോയി. പക്ഷെ തിലകൻ ചേട്ടൻ കുറച്ച് കാലം കൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇരുന്നേനെ. എന്താണെന്നറിയാമോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് 10 ഇയേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഓപ്പറേഷൻ കഴിഞ്ഞ് 2ാമത്തെ മാസമോ മറ്റോ ആണ് സത്യൻ്റെ പടം സന്താനഗോപാലം അത് അഭിനയിക്കുന്നത്. ആദ്യം ക്ലാസ്സിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സ്റ്റീൽ ടംബ്ലറിനകത്ത് എടുത്തു കൊണ്ടുവന്ന് ഇങ്ങനെ ഒറ്റയടി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മറ്റേ സാധനം തന്നെയാണ്. ഞാൻ ചോദിച്ചു നിങ്ങളെന്താ തിലകൻ ചേട്ടായി കാണിക്കുന്നത്? എന്താ നിങ്ങളെന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തനിക്ക് അറിഞ്ഞൂടെ? അത് ഡോക്ടർ പറഞ്ഞേ 2 മണിക്കൂർ കൂടുമ്പം ഒരു ശകലം കഴിക്കാമെന്ന്. വേഗം പോകാനുള്ള പരിപാടിയായിരിക്കും. അങ്ങനൊന്നും ഞാൻ പോവില്ലടോ. താൻ എന്താ വിചാരിച്ചേ? എന്താ എൻ്റെ ആരോഗ്യമെന്നറിയാം. ശരി, ഇതങ്ങോട്ട് കൂടി പിന്നെ എല്ലാ സെറ്റിലും മൂക്കുമുട്ട കൂട്ടി. സൂക്ഷിച്ചിരുന്നെങ്കിൽ കുറച്ച് കാലം. പക്ഷേ അത് പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ വിളി എപ്പോഴാണെന്നറിയില്ലല്ലോ നമുക്ക്. അതുപോലെ തന്നെ മുരളി പറയുന്നത് പോലെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഡേ എന്നാണ് വിളിക്കുക. ഇയാളെന്താ ഡേ ഇത്രയും നേരമായത് എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ വാടാ പോടാ എന്നൊക്കെ സംസാരിക്കുന്ന ഒരു സുഹൃത്ത് ബന്ധം അതായിരുന്നു. അവസാനം ഞാൻ കാണുമ്പോൾ മുരളി വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, എന്താടോ ഇത് എന്ന് ചോദിച്ചു. റിയാക്ഷൻ. പിന്നെ ഇപ്പോൾ ഈ മദ്യപാനം കുറച്ച് കൂടുതലായിരുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ഇവിടം വിട്ട് പോകണമെങ്കിൽ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നണത്. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പേര് പോയി, അവരാരും ഇവിടെ ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അവരെന്നുണ്ട്. അവർ ഭൂമി വിട്ടു പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ മുരളി. അമ്പിളിയെക്കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഓരോ സിനിമ കാണുമ്പോഴും അമ്പിളി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തിടെ പോയിട്ടുണ്ടായിരുന്നു. സുന്ദരനായിരിക്കുന്നു, കുറച്ചും കൂടി നിറമൊക്കെ വെച്ച് ഭയങ്കര ഭംഗി. ഈശ്വരൻ എന്താ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടില്ല നമുക്ക്. ഒരു കുഴപ്പവുമില്ല, സംസാരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ റിയാക്ഷനും ഉണ്ട്. നമ്മൾ തമാശ പറഞ്ഞാൽ കൈ പിടിച്ച് അമക്കുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നില്ല, ശബ്ദമില്ലല്ലോ. അപ്പോൾ ആ ചിരി അതെല്ലാം ഉണ്ട്. എനിക്ക് പക്ഷേ കൊച്ചിലേ മുതൽ അറിയാം. അപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുന്ന സമയം ജഗതി ആചാര്യ അവർ ഫാമിലി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോൾ വീട്ടിൽ കയറും, പിള്ളേർക്ക് ബാത്റൂമിൽ പോകാനും എടുക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലം മുതലേ എനിക്ക് അമ്പിളിയെ പരിചയമുണ്ട്. നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. വേറൊരു കുഴപ്പവും ഇല്ലല്ലോ, ദൈവം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, സംസാരിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പമല്ലേ ഉള്ളൂ. ഏതോ ഒരു വലിയ ബിസിനസ്മാൻ ജർമ്മനിയിൽ എവിടെയോ കൊണ്ടുപോകുന്നു എന്നിങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. അത് സത്യമാണോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു ഇത് പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വോക്കൽ കോഡിനാണ് എന്തോ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആയിത്തീരട്ടെ. എനിക്ക് മരണത്തെക്കുറിച്ച് പേടിയൊന്നുമില്ല കേട്ടോ. പൊതുവെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പേടിക്കുന്നതെന്നറിയാമോ? പേടിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യമാണെന്നും അറിയാം. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ഈ ലോകം, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ സ്നേഹിക്കുന്നവരെ ഒക്കെ വേർവിട്ട് പോകണമല്ലോ എന്നുള്ളൊരു ദുഃഖം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ മരണത്തെ ഭയം. അല്ലാണ്ട് എന്തിനാ? ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പായ കാര്യമല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പോകുമെന്നുള്ളത്.